സിന്ധു നദീജല കരാർ മരവിപ്പിച്ച് ഇന്ത്യൻ നടപടിയുണ്ട്. അത് പാകിസ്ഥാനുള്ള പണിയായിരുന്നു. ആ പാകിസ്ഥാന് പണി കൊടുത്തതിന് ഇന്ത്യക്ക് തിരിച്ചു പണി കിട്ടിയെന്ന് പറഞ്ഞിട്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ആഘോഷമുണ്ട്. ഈ ആഘോഷത്തിൻ്റെ കാര്യം, നമ്മുടെ അതിർത്തിക്കപ്പുറത്ത് അരുണാചലിനോട് ചേർത്ത് ചൈന ഒരു വലിയ ഡാം നിർമ്മിക്കുന്നു. അത് ഇന്ത്യക്കുള്ള പണിയാണ്, വാട്ടർ ബോംബാണ്. ശരിയാണ്. നൊട്ടും ചൈന വാട്ടർ ബോംബ് തുറന്നു വിട്ട് കഴിഞ്ഞാൽ 2-3 സംസ്ഥാനങ്ങൾ മുങ്ങിപ്പോവും. ചൈനയ്ക്ക് എന്താ ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാനൊക്കെ പറ്റും, അവർക്ക് തുറന്നു വിടാൻ പറ്റും. പക്ഷെ സംഗതി ഇങ്ങ് വരത്തില്ല, വെള്ളം. അതെന്താ? അതാണ് കാര്യം. അത് മനസ്സിലാക്കാതെയാണ് ഇവിടുത്തെ സുഡാപ്പികൾ. കണ്ടില്ലേ, പാകിസ്ഥാൻ്റെ കുടിവെള്ളം നിഷേധിച്ചു. മനുഷ്യന്മാർ നിഷേധിക്കുമോ കുടിവെള്ളം? പാകിസ്ഥാന് വെള്ളം കൊടുക്കാതിരിക്കുമ്പോൾ ഇനി ചൈനയ്ക്ക് ഇന്ത്യയെ ഉപദ്രവിക്കുക. ഒന്നെങ്കിൽ ചൈന ഇന്ത്യക്ക് വെള്ളം തരത്തില്ല, അല്ലെങ്കിൽ ചൈന വെള്ളം തുറന്നു വിട്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ, ആസാം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ വെള്ളത്തിലാക്കും. ഇതാണല്ലോ വാദം. അതെ. ഭൂമിശാസ്ത്രം അറിയണം, ചരിത്രം അറിയണം. പിന്നെ ഇത് തന്നെ നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ വിഭവങ്ങളുണ്ട്, ജലസ്രോതസ്സുകളെ കുറിച്ച് അറിയണം. ഇതൊന്നും അറിയാതെ ചുമ്മാ ഇങ്ങനെ നിലവിളിക്കാനേ ഈ സുടുക്കൾക്ക് അറിയത്തുള്ളൂ. ഈ നദിയുടെ പേരെന്താണെന്നറിയോ? ചൈനയിൽ നിന്ന് ഒഴുകുന്ന, ചൈന ഒരു വലിയ ഹൈഡൽ പ്രൊജക്റ്റ് ഉണ്ടാക്കുകയാണ്, ജലവൈദ്യുത പദ്ധതി ഉണ്ടാക്കുകയാണ്, ഡാം ഉണ്ടാക്കുന്നുണ്ട്. വലിയ പ്രൊജക്റ്റാണ്. 60,000 മെഗാവാട്ടിൻ്റെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതിയാണ്. അവിടെ വരുന്ന നദിയുടെ പേര് യാർലുങ് ടസാങ് പോ എന്നാണ് നദിയുടെ പേര്. യാർലുങ് ടസാങ് പോ. ഈ നദി അവിടെയുള്ള ചില ഗ്ലേഷ്യറുകളിൽ നിന്ന്, ഗ്ലേഷ്യർ വലിയ മഞ്ഞുപാളികളിൽ നിന്ന് ഒഴുകി വരുന്ന നദിയാണ്. ഇതിങ്ങനെ ഒഴുകി ഈ യാർലുങ് ടസാങ് പോ നദി അരുണാചലിൽ വരുമ്പോൾ സിയാങ് എന്ന നദിയാവും. പിന്നീട് അരുണാചൽ കഴിഞ്ഞ് വരുമ്പോൾ ഇതിൻ്റെ പേര് ബ്രഹ്മപുത്ര എന്നാണ്. അപ്പോൾ നമ്മൾ ബ്രഹ്മപുത്ര എന്ന് വിളിക്കുന്ന നദിയുടെ ചൈനീസ് പേര് യാർലുങ് ടസാങ് പോയാണ്. അത് നമ്മൾ ഇന്ത്യയിൽ AP-യിൽ അരുണാചൽ പ്രദേശിൽ വരുമ്പോൾ സിയാങ് ആവുന്നു, പിന്നീട് ബ്രഹ്മപുത്രയാവും. ഈ ബ്രഹ്മപുത്രയെക്കുറിച്ച് നമ്മളൊന്നറിയണം. ബ്രഹ്മപുത്ര കിഴക്കൊന്ന് ഒഴുകി ഇങ്ങനെ ബംഗ്ലാദേശിലൂടെ, ഇന്ത്യയിലൂടെ ബംഗ്ലാദേശിലൂടെ ഒഴുകി ഗംഗയിൽ ലയിച്ചിട്ട് പിന്നീട് അറബിക്കടലിൽ ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഒരു വലിയ നദിയാണ്. അതായത് 3000 കിലോമീറ്റർ നീളമുണ്ട്. 3000 കിലോമീറ്റർ നീളമുള്ള ബ്രഹ്മപുത്ര നദിയുടെ 2/3 ഭാഗം ചൈനയിലൂടെയാണ് ഒഴുകുന്നത്. അതായത് 1625 കിലോമീറ്റർ, അതായത് ടിബറ്റിലൂടെ, 916 കിലോമീറ്റർ ഇന്ത്യയിലൂടെ, 276 കിലോമീറ്റർ ബംഗ്ലാദേശിലൂടെ. അങ്ങനെയാണ് ബ്രഹ്മപുത്ര ഒഴുകുന്നത്. അപ്പോൾ സിനു ചോദിച്ച സംശയം സ്വാഭാവികമായിട്ടുണ്ടാവും. അതിൻ്റെ 1625 കിലോമീറ്റർ ചൈനയെ കൂടെയല്ലേ, അപ്പോൾ വെള്ളം കൂടുതൽ അവിടെ നിന്നല്ലേ എന്ന് തോന്നാം. അല്ല, കാരണം ഒഴുകുന്ന എവിടെ നിന്ന്? ടിബറ്റിലൂടെയാണ്. ടിബറ്റ് ലോകത്തിലെ ഏറ്റവും ഊഷരമായ വരണ്ട ഭൂപ്രദേശമാണ്, പീഠഭൂമിയാണ്. അവിടെ വെള്ളമില്ല. ടിബറ്റിൽ പെയ്യുന്ന മഴ ഒരു വർഷം 300 മില്ലിമീറ്റർ വരെയാണ്. അതേസമയം നമ്മുടെ ആസാമിൽ ബ്രഹ്മപുത്ര ആസാമിലൂടെ ഒഴുകുന്നു. അവിടെ ആസാമിൽ പെയ്യുന്ന മഴ എത്രയാണ്? 2500 മുതൽ 4000 മില്ലി ലിറ്റർ വരെയാണ് മഴ ഒരു വർഷം പെയ്യുന്നത്. ടിബറ്റിൽ 300. അതിൻ്റെ 100 ഇരട്ടിയിലേറെ, 150 ഇരട്ടി മഴ ബ്രഹ്മപുത്ര ആയി ഈ യാർലുങ് ടസാങ് പോ ഇന്ത്യയിൽ ആസാമിലൂടെ ഒഴുകുമ്പോൾ പെയ്യുന്നുണ്ട്. അപ്പോൾ എവിടുന്നാണ് കൂടുതൽ വെള്ളം? ഇന്ത്യയിൽ നിന്നാണ്. ഈ കണക്കറിയാതെയാണ് അവിടെ ചൈന ഈ ഡാം ഉണ്ടാക്കിയാൽ ഇന്ത്യക്ക് വെള്ളം കിട്ടത്തില്ല, അല്ലെങ്കിൽ ആ ഡാമിലെ വെള്ളം തുറന്നു വിട്ടാൽ ഇന്ത്യ മൊത്തം, അല്ലെങ്കിൽ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ പ്രശ്നത്തിലാവും. ഇന്ത്യ മുഴുവൻ അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാവും. നമ്മുടെ 4-5 സ്റ്റേറ്റ് വെള്ളത്തിലായിപ്പോയാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അതിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും. അപ്പോൾ സത്യത്തിൽ ഈ ചൈനയിലൂടെ ഒഴുകുന്ന ഈ നദിയിൽ കഷ്ടിച്ച് ബ്രഹ്മപുത്രയുടെ ടോട്ടൽ വാട്ടർ റിസോഴ്സിൻ്റെ 30% മാത്രമേ ഉള്ളൂ. 30 പോലും ഇല്ല. ചിലർ പറഞ്ഞാൽ 20% മതി. 80% ബ്രഹ്മപുത്ര നദിയുടെ ജലം ഇന്ത്യയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അപ്പോൾ പിന്നെ നമ്മളെങ്ങനെയാണ് ബാധിക്കുക? മാത്രമല്ല, ഇതവിടെ ടിബറ്റിലുള്ള ആങ്സി എന്ന് പറഞ്ഞൊരു ഹിമനദിയുണ്ട് ടിബറ്റിൽ. അതൊരു ഹിമാലയത്തിലെ ഒരു വലിയ ഗ്ലേഷ്യർ ഉരുകി അതിൽ നിന്നൊഴുകുന്ന ആങ്സി എന്ന് പറഞ്ഞ ഹിമനദിയാണ് യാർലുങ് ടസാങ് പോയുടെ പ്രധാനപ്പെട്ട സ്രോതസ്സ്. അപ്പോൾ മഴ പെയ്തുണ്ടാവുന്ന വെള്ളമല്ല, അവിടെയുള്ള ഒരു ഹിമാനി ഉരുകി ഉണ്ടാവുന്ന നീർച്ചാലിൽ നിന്നാണ് യാർലുങ് ടസാങ് പോ എന്നുള്ള നദി ഉണ്ടാകുന്നത്. അപ്പോൾ ചൈന അവനുണ്ടാവുന്ന വെള്ളം അവൻ പിടിച്ചു വെച്ചാലും
ആ ഡാമിന് ഇപ്പുറത്തുള്ള വെള്ളമുണ്ടല്ലോ, ആസാം മുതലുള്ള അരുണാചൽ പ്രദേശിന് ശേഷം അരുണാചൽ പ്രദേശിലെ സിയാങ് നദി മുതൽ ബ്രഹ്മപുത്രയായി മാറുന്ന മേഖലയിലുണ്ടാകുന്ന വലിയ തോതിലുള്ള വൃഷ്ടിപ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ബ്രഹ്മപുത്രയായി മാറുന്നത്. അതുകൊണ്ട് അരുണാചലിലെ മുഖ്യമന്ത്രി വന്നിച്ച് പേമ കണ്ടു പറഞ്ഞു ഇത് വാട്ടർ ബോംബാണെന്ന്. വാട്ടർ ബോംബാണെന്ന് അതിന് മറുപടി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞല്ലോ ഇത് വാട്ടർ ബോംബൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. ഹിമന്ത പറഞ്ഞു ചൈനയിൽ നിന്ന് മൊത്തം 20% 25% വെള്ളമുള്ളൂ, ബാക്കി മുഴുവൻ നമ്മുടെയാണ്. പ്രേമ ഖണ്ഡു പറഞ്ഞതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഹിമന്ത ബിശ്വ പറഞ്ഞു എന്ന് മാത്രമല്ല, ഹിമന്ത ബിശ്വ ശർമ്മ ഒന്നുകൂടെ പറഞ്ഞു സുബാൻശ്രീ, ലോഹിത്, കാമംഗ്, മാനസ്, ഹോൻശ്രീ, ജിയ ബറാലി, കോപ്ലി, ഇത്രയും നദികൾ ആസാമിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ഇത്രയും നദികൾ ബ്രഹ്മപുത്രയെ വന്നു ചേരുന്നു. ആരുടെ നദികളാണ്? നമ്മുടെ നദികൾ. അവർ ബ്രഹ്മപുത്രയ്ക്ക് വെള്ളം കൊടുക്കുന്നുണ്ട്, ഇത്രയും നദികളുണ്ട്. അതുകൂടാതെ വേറെ ഉപനദികളുണ്ട്, ഖാസി, ഗറോ, കൃഷ്ണാരി, ദിഗാറു, കുൽസി തുടങ്ങിയ ഉപനദികളും ബ്രഹ്മപുത്രയ്ക്ക് വാട്ടർ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ 10-15 നദികളുടെ പേര് ഞാൻ വായിച്ചു. ഇത്രയും നദികളും ഉപനദികളും വന്ന് ബ്രഹ്മപുത്ര ചേരുന്നു. മഴ കൂടാതെ ഈ നദികളും ഉപനദികളും കൂടെ ബ്രഹ്മപുത്രയിൽ വന്നു ചേരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ നീരൊഴുക്ക് നഷ്ടപ്പെടുന്നത്? പിന്നെ വാട്ടർ ബോംബ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ശരിയാണ്. ഈ അവർ ആ ഡാമിലെ 20% അല്ലെങ്കിൽ 30% വെള്ളം ചൈനയിൽ നിന്നുള്ള വെള്ളമുണ്ട്. അത് അവർ അണ കെട്ടി നിർത്തിയിട്ട് ഒരു ദിവസം നമ്മുടെ മണിയാശം ചെയ്ത പോലെ ടപ്പോന്നങ്ങ് തുറന്നു വിട്ടാൽ പ്രളയം ഉണ്ടാവുമായിരിക്കാം. പക്ഷേ എല്ലായിടത്തും മണിയാശാനല്ലല്ലോ ഇരിക്കുന്നത്, മണിയല്ലല്ലോ ചൈനയിലിരിക്കുന്നത്. അത് ചില രാജ്യാന്തര മര്യാദകളുണ്ട്, അങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷേ രാജ്യാന്തര തലത്തിൽ ചൈന ഒരിടത്തും ഈ വാട്ടർ കരാറുണ്ട്, ജലസേചനവുമായി ബന്ധപ്പെട്ട് അത്തരം കരാറുകളിലൊന്നും ഒപ്പുവെച്ചിട്ടില്ലാത്തതുകൊണ്ട് അവർക്ക് യാതൊരു ബാധ്യതയുമില്ലെന്നും അതുകൊണ്ട് ചൈന വിശ്വസിക്കാൻ കൊള്ളാത്ത രാജ്യം എന്ന നിലയിൽ എപ്പോൾ വേണമെങ്കിലും ഇന്ത്യക്കെതിരെ ഒരു നിലപാട് ഞാൻ ചോദിക്കട്ടെ, ഈ യാർലുങ് ടെങ്സാങ് പോയിൽ ചൈന നിർമ്മിക്കുന്നത് എന്താണ്? ജലവൈദ്യുത പദ്ധതി അല്ലെങ്കിൽ ജലവൈദ്യുത പദ്ധതിക്ക് എന്ത് വേണം? വെള്ളം വേണം. ഉള്ള വെള്ളം കൂടെ തുറന്നൊഴുക്കി വിട്ടാൽ ഈ സാധനം അങ്ങനെ പ്രവർത്തിക്കും? അല്ല, 5 ജലവൈദ്യുത പദ്ധതിയാണ് അവർ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചത്. അതെ, ഒന്നോ രണ്ടോ ഇടത്തിൽ ഉത്പാദിപ്പിക്കുന്നത് ബാക്കി വെള്ളം ഉപദ്രവിക്കാൻ വേണ്ടി എടുത്തുകൂടെ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ സാധ്യമാണ്. പക്ഷേ ഈ ചൈന 60,000 മെഗാവാട്ടിൻ്റെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കോടിക്കണക്കിന് ബില്യൺ ഡോളേഴ്സ് ചിലവാക്കി ഉണ്ടാക്കുന്ന സാധനം മുഴുവൻ തുറന്നു വിട്ട് ഇന്ത്യക്കാരനെ വെള്ളത്തിൽ മുക്കി കൊന്നേക്കാം, എനിക്ക് കറണ്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് തീരുമാനിക്കുമെന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഒരു സാഹചര്യത്തിൽ യുദ്ധം പോലും നടക്കുമ്പോൾ പോലും ലോകത്തൊരു രാജ്യം ഇങ്ങനെ ചെയ്യാറില്ല. യുദ്ധത്തിൽ പോലും പാലിക്കുന്ന ചില മര്യാദകളുണ്ട്. അതാണ് പ്രശ്നം. നമ്മൾ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ഈ സിന്ധു ഇൻഡസ് ട്രീറ്റി ഉണ്ടാക്കിയതിന് ശേഷം ഇത്ര വർഷം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പോലും ആ കരാർ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോഴേ പറഞ്ഞു ഈ കരാർ പാകിസ്ഥാന് മാത്രം ഗുണമുണ്ടാകുന്ന കരാറാണ്, ഇന്ത്യക്ക് ഒരു ഗുണവുമില്ല. നമ്മുടെ ജലം മുഴുവൻ അവർക്ക് കൊടുക്കുന്നു, നമുക്ക് ഒരു പ്രയോജനവും തിരിച്ചില്ല, നമുക്ക് പണം കിട്ടുന്നില്ല, ആകെ കിട്ടുന്നത് അവൻ്റെ ഭാഗത്തുനിന്ന് തീവ്രവാദിയുടെ വെടിയുണ്ട മാത്രം കിട്ടുന്നത്. തീവ്രവാദമാണ് നമുക്ക് പകരം കിട്ടുന്നത്. അതുകൊണ്ട് വെള്ളവും തീവ്രവാദവും വെള്ളവും ഒരുമിച്ച് ഒഴുകത്തില്ല എന്ന് നരേന്ദ്രമോദി പണ്ടേ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ട്രീറ്റി നമ്മൾ പിന്മാറി. കാരണം ഒരു കരാറെന്ന് പറയുമ്പോൾ 2 കൂട്ടർക്ക് ഗുണം ഉണ്ടാവണ്ടേ. ഒരാൾക്ക് മാത്രം ഗുണമുണ്ടാവുന്നതിന് കരാറെന്ന് പറയാൻ പറ്റില്ല. അത് അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു ഭിക്ഷയായിരിക്കും. അങ്ങനെ ഭിക്ഷ കൊടുക്കാനില്ലെന്നേ. ഭിക്ഷ കൊടുക്കുമ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? തിരിച്ച് നമ്മളെ ആക്രമിക്കുക. അതുകൊണ്ട് നമ്മൾ സിന്ധു നദീ ജലക്കരാർ തീവ്രവാദത്തിന് അനുകൂലമായ നിലപാട് പാകിസ്ഥാൻ മാറ്റാത്ത പക്ഷം നമ്മൾ ഇനി ഈ നദിയിലെ നീരൊഴുക്ക് തടയും എന്നുള്ളത് നമ്മുടെ പ്രഖ്യാപിത നയമാണ്. പക്ഷേ ചൈന അത്തരം ഒരു ഇഷ്യൂ നമ്മളോട് പറഞ്ഞിട്ടില്ല. ചൈന ഇപ്പോഴും പറയുന്നത് എന്താണ്? ചൈന ഈ അടുത്തിടെയാണ് ജയശങ്കറിനോട് പറഞ്ഞത്, ചൈനീസ് വിദേശകാര്യമന്ത്രി, പരസ്പര വിശ്വാസത്തിൽ ഉറപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. പക്ഷേ ഇവിടെ ഈ ചൈനയുടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് അല്ലെങ്കിൽ വൈദ്യുത പ്രൊജക്റ്റ്, ആ 3 ജോർഗിയനോ അങ്ങനെ എന്താ പറഞ്ഞിട്ടൊരു പദ്ധതിയാണ്. അതിനേക്കാൾ വലിയൊരു പദ്ധതിയാണ് ഇപ്പോൾ കൊണ്ടുവരേണ്ടി വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനൊരു പദ്ധതി കൊണ്ടുവരുന്നതാണോ? ടിബറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യ ഇടപെടുന്നതുകൊണ്ട് ഒരു പണി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടൊരു ദീർഘകാല പ്രൊജക്റ്റ് ആരംഭിക്കുന്നതാണ്, അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചെടുത്തൂടെ? അല്ല, ഇത് സ്വാഭാവിക ഒരു അണക്കെട്ടിന് വിനാശകരമായ കാര്യത്തിന് ഉപയോഗിക്കാം അണക്കെട്ട്. ഇനി മറ്റൊന്ന് ചോദിക്കട്ടെ, നമുക്ക് ഈ ചൈനയുടെ ഏത് മേഖലകളിലും എത്തിക്കാനുള്ള മിസൈലുകൾ നമുക്കില്ലേ? ഉണ്ട്. നമ്മൾ നേരെ ഈ എല്ലാ ഡാമുകൾക്കും വിമാനവേദ തോക്കുകളുടെ കാവലുണ്ടോ?
ഇല്ലല്ലോ. ഇല്ല. നമ്മൾ ഒരു ചൈനയുടെ എല്ലാ ഡാമുകളൊക്കെ ടാർഗറ്റ് ചെയ്താൽ എന്ത് പറ്റും? ബ്രഹ്മോസ് അയക്കാൻ തീരുമാനിച്ചാൽ എന്ത് ചെയ്യും? അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യുമ്പോൾ പൊട്ടിത്തറന്ന് പോകത്തേ ഉള്ളൂ. അതേസമയം ഇന്ത്യയിലെ ഡാമുകളെ ലക്ഷ്യമാക്കി ചൈനയ്ക്ക് ചെയ്തുകൂടെ? ചെയ്യാലോ. നമുക്കതിനെ ചിലപ്പം പ്രതിരോധിക്കാൻ ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിലേക്ക് മറ്റേ എമ്പുരാൻ സിനിമയെ പറഞ്ഞ പോലെ ഞങ്ങൾ ജയിച്ചില്ലെങ്കിൽ ഡാം പൊട്ടിച്ച് കേരളത്തെ മുക്കിക്കൊല്ലും എന്ന് ഒരു കഥാപാത്രം പറയുന്നുണ്ട്. അതെ. ബി ജെ പിക്കാരനെ പ്രതിനിധീകരിച്ചുണ്ടാക്കിയ ഒരു കഥാപാത്രം സുരാജ് വെഞ്ഞാറമൂടിൻ്റെ കഥാപാത്രം എന്ന് പറയുന്ന പോലെ ഇവിടുന്ന് ചൈന മുല്ലപ്പെരിയാർ ഡാമിനെ ലാക്കാക്കി ഒരു മിസൈൽ അയച്ചാൽ എന്തിരിക്കും? 4 ജില്ല വെള്ളത്തിലായി പോകും. വെള്ളത്തിലായി പോകുന്നില്ല, ഭയങ്കര കാഷ്വാലിറ്റി, ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കും. പക്ഷേ സാധാരണ യുദ്ധത്തിൽ അങ്ങനെയൊന്നും ചെയ്തുകൊണ്ട് ചെയ്തതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന റഷ്യ ഉക്രൈൻ വാറിൽ പോലും അണക്കെട്ടുകൾ തകർത്തു നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല. അപ്പോൾ അതൊക്കെ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. കാരണം യുദ്ധത്തിൽ സിവിലിയൻസിനെ പരമാവധി കൊല്ലാതിരിക്കുക എന്നുള്ളത് എല്ലാ രാജ്യങ്ങളും എടുക്കുന്നൊരു മര്യാദയാണ്. പരസ്പരം ഏറ്റുമുട്ടിയാലും ജനങ്ങളെ കൊല്ലരുത്. സിവിലിയൻസിനെ പരമാവധി കൊല്ലാതിരിക്കുക എന്നുള്ള കൾച്ചേർഡ് ആയിട്ടുള്ള, ഇപ്പം ഈ സിറിയക്കാർ ചെയ്യുന്ന പോലെയല്ല. അവിടെ എന്താ ചെയ്യുന്നത്? മനുഷ്യനെ വെറുതെ വെടിവെച്ച് കൊല്ലുകയാണ്. അതൊക്കെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ചെയ്യുന്നതാണ്. അതല്ലാതെ എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നത് യുദ്ധം ചെയ്യും, അവർ മിലിറ്ററി സൈനിക സന്നാഹങ്ങളെ ആക്രമിക്കും എന്നല്ലാണ്ട് ഈ പറയുന്നത് പോലെ ഈ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. മാത്രമല്ല മാസ് ഡിസ്ട്രക്ഷൻ ആയിട്ടുള്ള ആയുധങ്ങളെ എതിർക്കുന്ന കരാറിൽ ലോകത്തെ മിക്കവാറും രാജ്യങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും പറഞ്ഞത്. മനുഷ്യക്കുരുതി പരമാവധി ഒഴിവാക്കുക എന്നുള്ള നയമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ലോകത്ത് ഒരു രാജ്യവും സുരക്ഷിതമല്ല. ഡാമുകൾ തകർക്കാം, ഡാമുകൾ തുറന്നു വിട്ട് വെള്ളം ഉണ്ടാക്കാം. ഒരു പട്ടാളത്തിനെ അല്ലല്ലോ ബാധിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്നില്ലേ? നമ്മൾ ചെയ്യുന്നത് പാകിസ്ഥാനെ പ്രളയത്തിൽ മുക്കിക്കൊല്ലുമാറ് നമ്മൾ വെള്ളമൊന്നും തുറന്നു വിട്ടിട്ടില്ല. നമ്മുടെ ഡാമുകളിൽ വെള്ളം കൂടിയപ്പോൾ നമ്മൾ ഡാമിൻ്റെ ഷട്ടർ തുറന്നു. അവനും അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി. ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അത്രയേ ഉള്ളൂ. പക്ഷേ പാകിസ്ഥാനിൽ നമുക്ക് വേണമെങ്കിൽ സിന്ധു നദീജല കരാറിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ എല്ലാ ഡാമുകളിലും എല്ലാ ഷട്ടറുകളും തുറന്നു വെച്ചാൽ പഞ്ചാബും സിന്ധുവൊക്കെ പ്രളയത്തിൽ ഒലിച്ചു പോകും. പക്ഷേ ലോകരാജ്യങ്ങൾ മുഴുവൻ നമുക്ക് നേരെ വിരൽ ചുട്ടും. അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ത് യുദ്ധം ചെയ്യുമ്പോഴും മറ്റുള്ളവർ മോശം, അരുതാത്തത്, വളരെ മോശമായി എന്ന് പറയാതെ ഇരിക്കാൻ വേണ്ടി എല്ലാ രാജ്യങ്ങളും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇത് ജലബോംബാണെന്ന് വെച്ചാൽ വേണമെങ്കിൽ അത് തുറന്നു വിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാക്കാം. പക്ഷേ അതിനുള്ള വെള്ളം അവർക്കുണ്ടോ എന്നുള്ള ഒന്ന്. 2, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ജലവൈദ്യുത പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? കാരണം ഈ ഡാമിലെ ജലം ശേഖരിച്ച് വെച്ച് പെൻസ്റ്റോക്ക് പൈപ്പുകളിലൂടെ കൊണ്ടുപോയി ടർബൈൻ കറക്കിയിട്ടാണ് വൈദ്യുതി ഉൽപ്പാദനം. എല്ലാം കൂടെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ അത്രയും നിറഞ്ഞു വരാൻ എത്ര സമയമെടുക്കും? എത്ര ദിവസം പവർ ലോസ് ഉണ്ടാവും? ഇതെല്ലാം ആലോചിക്കണം. അപ്പോൾ ഏതായാലും ഈ പറയുന്നത് പോലെ ജലബോംബാണ്, ഇന്ത്യക്കുള്ള പണിയാണെന്നൊക്കെ പറയുമ്പോൾ ആ പറയുന്നവർക്കൊരു സുഖമുണ്ട്. പാകിസ്ഥാന് നമ്മൾ പണി കൊടുത്തതിന് തിരിച്ച് പാകിസ്ഥാൻ പറഞ്ഞിട്ട് ചൈന നമുക്ക് തരുന്ന പണിയാണെന്ന് പറയുന്നവർ ചുമ്മാ ഒരു സുഖം കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. മാത്രമല്ല നമ്മളിതിന് ബദൽ ഡാമുകൾ നിർമ്മിക്കാൻ പോവാണ്. അവർ തുടങ്ങുമ്പോൾ നമ്മൾ തുടങ്ങാൻ പോവാണ്. നമ്മളും പ്രൊജക്റ്റ് ഓണായി കഴിഞ്ഞു നമ്മുടെയും. അതും ഈ ബ്രഹ്മപുത്രയ്ക്ക് കുറിയാതെ തന്നെ അവിടെ നിന്ന് അവൻ തുറന്നു വിട്ടാലും നമ്മൾ സംഭരിച്ചു വെക്കാനുള്ള സംവിധാനം കൂടെ നമ്മളും ചെയ്യുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.